എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ ഹോസ്റ്റലായിരിക്കും കാണിക്കുക. അവിടെ ജിറോയും അവളുടെ മ്യൂസിക് ടീമും അവര് മ്യൂസിക്കും പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് ഇപ്പൊ പ്രാക്ടീസ് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് വേറെ ടീം അവരെങ്ങനെ സൗണ്ടിന്റെ എഫക്റ്റ് അത് കുറച്ചുകൂടെ കൂട്ടാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റപ്പ്, ലൈറ്റിങ് അതൊക്കെ എങ്ങനെ അടിപൊളിയാക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പുറത്ത് നമ്മുടെ ചെക്കന്മാര് ഇസുക പയ്യനും ടീമും അവരെല്ലാവരും വമ്പൻ ആക്ഷൻസ് സ്റ്റെപ്പൊക്കെ ഇട്ട് ഇപ്പൊ മതി മറന്ന് ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ചുന്ദരക്കുട്ടൻ അവൻ അവിടേക്ക് വരിക. അവൻ ഒറ്റയ്ക്കായിരിക്കില്ല, അവന്റെ കൂടെ ആ ചിന്ന പെണ്ണും ഉണ്ടാവും. അവൻ അവളെയും കൂട്ടി നമ്മുടെ ആൾക്കാരെ സർപ്രൈസ് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് വരും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഇസുക പയ്യൻ അവൻ കറക്റ്റ് ആയിട്ട് അവർ രണ്ടുപേരെയും കാണും. അവളെ കണ്ട എല്ലാവർക്കും ഇപ്പൊ ഒരുപാട് ഇഷ്ടാവും. ആക്ച്വലി ഐസമ മാസ്റ്റർ ആള് പ്രിൻസിപ്പലിനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്താണ് അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷെ നമ്മുടെ പ്രിൻസിപ്പള് ആള് കൂളാണ്, വലിയ രീതിയിലൊന്നും ആള് റെസ്ട്രിക്റ്റ് ചെയ്യില്ല. ചിന്നപ്പെണ്ണിനെ കണ്ട ഉടനെ മിനട്ടോ ആണെങ്കിൽ അവളോട് കമ്പനി ആവാനും സംസാരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. മാത്രമല്ല അവിടെയുള്ള ഓരോരുത്തരും അവരുടെ പേരൊക്കെ പറഞ്ഞ് അവളുമായിട്ട് പരിചയപ്പെടും. ചിന്നപ്പെണ്ണിനാണെങ്കിൽ അവരൊക്കെ കാണുമ്പോ ഒരുപാട് നാണാണ്. അവള് തലയൊക്കെ താഴ്ത്തി ഇപ്പൊ പതിയെ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങും. ഉടനെ ചുന്ദരക്കുട്ടൻ ഇപ്പൊ ഇസുക്കിനോട് ചോദിക്കും, ഞാൻ ഇവളെ ഈ സ്കൂൾ മുഴുവൻ ചുറ്റിക്കാണിക്കാൻ പോവാണ്, നീ ഫ്രീ ആണെങ്കിൽ ഞങ്ങളോടൊപ്പം വന്നൂടെ? അതിന് നമ്മുടെ ചെക്കനും ഡബിൾ ഹാപ്പിയാണ്. അവർ രണ്ടുപേരും യൂണിഫോം ഒക്കെ ഇട്ട് അവളെയും കൂട്ടി ആ സ്കൂൾ മുഴുവൻ ചുറ്റി നടക്കും. സ്കൂളിലാണെങ്കിൽ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും ചേർന്ന് സെലിബ്രേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ലൈറ്റുകൾ പിടിപ്പിച്ചും തോരണം കെട്ടിയും എല്ലാവരും തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായും. ചിന്നപ്പെണ്ണാണെങ്കിൽ ഒരുപാട് ആങ്സൈറ്റഡ് ആയിട്ട് അത് മുഴുവൻ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കളിയാക്കുന്ന ആ സീനിയർ ലൂസർ അവൻ അവിടേക്ക് വരിക. അവൻ നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഇപ്പൊ കളിയാക്കാൻ തുടങ്ങും. നിങ്ങളെപ്പോലെ ഒരു പൊട്ട ഡാൻസോ പാട്ടോ ഒന്നും അല്ല ഞങ്ങളുടെ പ്രോഗ്രാം. എല്ലാവരും ഞെട്ടി കരയാൻ പോകുന്ന ഒരു അടിപൊളി ഡ്രാമയാണ് ഞങ്ങളുടെ ക്ലാസ്സുകാര് അവതരിപ്പിക്കാൻ പോകുന്നത്. റോമിയോ ആൻഡ് ജൂലിയറ്റിന്റെ ആ ഒരു ബ്രഹ്മാണ്ഡ സ്റ്റോറി അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും സങ്കടം കൊണ്ട് പൊട്ടിക്കരയും. മാത്രമല്ല ബ്യൂട്ടി കോണ്ടസ്റ്റും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ ക്ലാസ്സിലുള്ള കാൻഡിഡേറ്റ്സ് ആണ് ജയിക്കാറുള്ളത്. നിങ്ങളുടെ നെജീറോ, ആ നെജീറോ പെണ്ണ് അവളും മത്സരിക്കുന്നുണ്ട്. പക്ഷെ ഉറപ്പായിട്ടും അവൾ ജയിക്കില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ ഒരു പൊട്ടനെ പോലെ പൊട്ടിച്ചിരിക്കും. അപ്പൊ ഏതോ ഒരുത്തൻ അവന്റെ തൊട്ടു പിന്നാലെ വന്ന് അവന്റെ തലയില് ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. ആ അടിയില് അവൻ താഴെ വീഴുമ്പോ അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് പോവും. ഇസുക പയ്യനാണെങ്കില് അവൻ പറഞ്ഞത് കേട്ട് വണ്ടടിക്കും. ബ്യൂട്ടി കോണ്ടസ്റ്റോ, അതിൽ നെജീറോ അവള് പാർട്ടിസിപ്പേറ്റ് ചെയ്താ അവൾക്ക് ജയിക്കാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ച് ഇസുക്കിപ്പോ നെജീറോയുടെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ വമ്പ സ്റ്റൈലായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ റാം വാക്ക് ഒക്കെ ട്രയൽ ചെയ്യാണ്. നമ്മുടെ ചെക്കൻ അവളെ കണ്ട് ഇപ്പൊ ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുക്കും. അപ്പോഴായിരിക്കും വർഷങ്ങളായിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഇബിനി എന്ന് പറഞ്ഞ ആ ഒരു ചുന്ദരിയെ കാണിക്കുക. അവളും ഭയങ്കര കോസ്റ്റ്യൂംസില് ഇപ്പൊ അടിപൊളിയായിട്ട് പോസൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇസുക്ക് അവിടുന്ന് അങ്ങനെ നടന്ന് ഇപ്പൊ ഡെവലപ്പിംഗ് കമ്മിറ്റിയുടെ അടുത്തേക്ക് വരും. അവിടെ ഒരുപാട് ആൾക്കാർ ചേർന്ന് നിന്ന് ഇപ്പൊ റോബോട്ട്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അക്ഷുമയി അവള് പറയും, ഇത്തവണ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ എക്സ്പെരിമെന്റ് അതൊക്കെ വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ഒരുപാട് റോബോട്ട്സ് യൂത്ത് ഫെസ്റ്റിവലില് നിങ്ങളുടെ മുൻപിലേക്ക് എത്തും. അവള് പറയും, ഇതിന്റെ ടെക്നിക്ക് അത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഒരു ബസർ അമർത്തും. അവള് ബസർ അമർത്തേണ്ട താമസം അതിന്റെ ഓരോ ഭാഗത്തുനിന്നായിട്ട് ഇപ്പൊ പുക പുറത്തേക്ക് വരാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാരത് കണ്ട ഉടനെ ഇപ്പൊ നിക്കറും പൊക്കി അവിടുന്ന് ഓടാൻ തുടങ്ങും. അങ്ങനെ ഓടി ഓടി ഒരു റെസ്റ്റോറന്റിലെത്തി ജ്യൂസ് ഒക്കെ കുടിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. അപ്പൊ അവിടെ തൊട്ടു മുൻപില് ഇപ്പൊ പ്രിൻസിപ്പള് ആളും കാര്യമായിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പളും ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടെയാണ് ഈ ഒരു യൂത്ത് ഫെസ്റ്റിവല് നോക്കിയിരിക്കുന്നത്. കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും വലിയൊരു അധ്വാനവും പ്രതീക്ഷയും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ എന്താ, പ്രിൻസിപ്പലിന് അദ്ദേഹത്തിന്റെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഓൾറെഡി വില്ലന്മാരെല്ലാവരും ഇപ്പൊ സിറ്റി മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത്രയും കാലവും ലോകത്തിന്റെ പ്രതീക്ഷയായിരുന്ന നമ്പർ 1 സൂപ്പർ ഹീറോ ചിരിക്കുട്ടൻ ആളും ഇപ്പൊ റിട്ടയർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് ഫെസ്റ്റിവൽ വെക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസും സൂപ്പർ ഹീറോസും US സ്കൂളിലേക്ക് എത്തും. അത് വില്ലന്മാർക്ക് വലിയൊരു ലക്കായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സമയത്ത് ഈ യൂത്ത് ഫെസ്റ്റിവൽ നടത്താനായിട്ട് പാടില്ല. അത് കേട്ട് പ്രിൻസിപ്പള് ആള് കെഞ്ചി റിക്വസ്റ്റ് ചെയ്താണ് ഈ ഒരു യൂത്ത് ഫെസ്റ്റിവൽ വെക്കാനുള്ള പെർമിഷൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ എറിപ്പെണ്ണ് അവൾ ഇസുക്കിനോട് ചോദിക്കും, നിന്റെ എന്ത് പ്രോഗ്രാമാ യൂത്ത് ഫെസ്റ്റിവലിലുള്ള? അതിനാവും പറയും, എന്റെ ഒരു തകർപ്പൻ ഡാൻസ് ഈ യൂത്ത് ഫെസ്റ്റിവലിലുണ്ട്, ഉറപ്പായിട്ടും നീ അത് കാണണം.
അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരാഴ്ച കഴിയുമ്പോ നമ്മുടെ പിങ്കിപ്പൺ നഷിറ്റോ അവള് പറയും, ഇസുക്ക് നിന്നെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഇപ്പം മുതല് നീ എഫക്റ്റ് കൊടുക്കുന്ന ആ ഒരു ടീമിൽ ജോയിൻ ചെയ്യണം. അത് കേട്ട് ഇസുക്ക് അവൻ ടെൻഷനായിട്ട് പറയും, നോ, എനിക്ക് എങ്ങനെയെങ്കിലും ഡാൻസ് ചെയ്തേ പറ്റൂ. പക്ഷെ അവൾ തീർത്ത് പറയും, നിന്നെ കൊണ്ട് പറ്റില്ല നല്ലതുപോലെ ഡാൻസ് ചെയ്യാൻ. നീ ഒരു കാര്യം ചെയ്യ്, പ്രിൻസസിനെ ഹെൽപ്പ് ചെയ്യേ, അവനെ റോപ്പ് വെച്ച് വലിക്കാനൊക്കെ ആയിട്ട് നീ വേണം അവനെ സഹായിക്കാൻ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഹീറോ അവൻ വീണ്ടും ചിരിക്കുട്ടിന്റെ അടുത്ത് ചെന്ന് ആ 1/4 പവർ അതിനെ കൺട്രോൾ ചെയ്യാൻ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. അവൻ വിരളിഞ്ഞൊടിച്ച് ഓരോ വിരലിലേക്കും ഇപ്പൊ പവർ കൊണ്ടുവരും. പക്ഷേ ഓരോ തവണ അവൻ പവർ കൊണ്ടുവരുമ്പോഴും അവന്റെ കയ്യിൽ നിന്ന് അവന്റെ കൈ ഡാമേജ് ആയി ഒരുപാട് ബ്ലഡ് കയ്യിൽ നിന്ന് താഴേക്ക് വരാൻ തുടങ്ങും. ഇസുക്ക് ചിരിക്കുട്ടിനോട് ചോദിക്കും, ഈ ഒരു പവർ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും സീക്രട്ട് ട്രിക്ക് നിങ്ങൾക്കറിയോ? അതിനാൽ ടെൻഷനായിട്ട്, ഇതിന് പ്രത്യേകിച്ച് സീക്രട്സ് ഒന്നുമില്ല, നീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ട്രെയിനിങ് എടുത്താൽ മാത്രമേ നീ ആഗ്രഹിക്കും പോലെ മുഴുവനായിട്ടും ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. അങ്ങനെ ഒരു കാര്യമായിട്ട് ട്രെയിനിങ് എടുക്കുമ്പോഴായിരിക്കും എന്തോ ഒരു സാധനം അവിടേക്ക് പറന്നു വരിക. ഉടനെ അത് കണ്ട് ചിരിക്കുട്ടൻ ഇപ്പൊ അങ്ങനെ ക്യാച്ച് ചെയ്യും. അത് മറ്റൊന്നുമല്ല, ഒരു ഡ്രോൺ ആണ്. അതിന് പിന്നാലെ ഇപ്പൊ അട്സുമ അവളും അവിടേക്ക് എത്തും. അവള് പറയും, അത് ഞാൻ ഉണ്ടാക്കിയ ഡ്രോണാണ്, നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിന് ഇത് ഒരുപാട് ഉപകാരമാവും, സോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയതാണ്. അവൾ ഇസുക്കിനോട് പറയും, നിന്റെ പുതിയ ഹാൻഡ് ഗ്ലൗ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, സോ എത്രയും പെട്ടെന്ന് നീ വന്നത് വാങ്ങാൻ പറഞ്ഞ് ആ ഡ്രോണുമായി അവൾ തിരികെ പോവും. അപ്പോഴായിരിക്കും ചിരിക്കുട്ടൻ ആൾ ഇസുക്കിനോട് പറയാ, ഞാനും ഇതുപോലുള്ള ഗാഡ്ജറ്റ്സ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് 20% മുതൽ 30% വരെ 1/4 പവർ ഞാൻ എൻ്റെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്തത്. അത് കേട്ട് നമ്മുടെ ആൾക്ക് ഇപ്പൊ കുറച്ചുകൂടെ അത്ഭുതമാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നൈറ്റ് ഹോസ്റ്റലില് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഹാപ്പി ആയിട്ട് ചായയൊക്കെ കുടിച്ച് കാര്യമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇസുക്ക് പയ്യൻ അവൻ മാത്രം ഇപ്പൊ യൂട്യൂബില് ചിരിക്കുട്ടന്റെ ഫൈറ്റിംഗ് വീഡിയോസ് അതൊന്നൊന്നായിട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോർ അവന്റെ തൊട്ടു പിന്നിൽ വന്ന് ഇസുക്കിനോട് ചോദിക്കും, എന്തു പറ്റി, നിനക്ക് ചായ വേണ്ടേ? ഉടനെ ഇസുക്കിന്റെ കൈ തട്ടി ആ ജെന്റിൽ ക്രിമിനലിന്റെ ഒരു വീഡിയോ അത് ഓപ്പൺ ആവും. അവന്റെ വീഡിയോ കണ്ട് ഇപ്പൊ ഇസുക്ക് പയ്യൻ അത് നോക്കി നിൽക്കും. അതിൽ ആ ജെന്റിൽ ക്രിമിനല് അവന്റെ ഓരോ മോഷണത്തെക്കുറിച്ചും ഭയങ്കര ഹൈപ്പിൽ സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ ഇസുക്കിന് പിടികിട്ടും അവൻ ആവശ്യം എത്രയും പെട്ടെന്ന് ഫെയിം ആവുക എന്നതാണ്. അതിനുവേണ്ടിയാണ് അവരിത് മുഴുവൻ കാട്ടിക്കൂട്ടുന്നത്. കട്ട് ചെയ്ത ഇപ്പൊ ജെന്റിൽ ക്രിമിനലിനെ കാണിക്കും. അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ഹീറോസും മീഡിയാസും ജനങ്ങളും ഒന്നും അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും, എന്തെങ്കിലും ഇംപ്രസീവായി ഷോക്കിംഗ് ആയിട്ട് ചെയ്യണം, എങ്കിലും മാത്രമേ എല്ലാവരും എന്നെ ശ്രദ്ധിക്കൂ. അപ്പോഴായിരിക്കും ആ ചിന്നപ്പെണ്ണ് പറയാ, US സ്കൂളില് വലിയൊരു സെലിബ്രേഷൻ നടക്കാൻ പോവാണ്. അന്ന് അവിടെയുള്ള സൂപ്പർ ഹീറോസും സ്റ്റുഡൻസും എല്ലാവരും അവിടെയായിരിക്കും ഉണ്ടാവുക. അവിടേക്ക് എത്തപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവരുടെയും മുൻപിൽ നല്ല പേരെടുക്കാനും ഫേമസ് ആവാനും കഴിയും. പക്ഷേ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് റോഡിൽ ആൾ കുറവാണെങ്കിലും ചന്തയിലൂടെയുള്ള ഊടുവഴി അതുവഴി വേണം നമുക്കാരും അറിയാതെ US സ്കൂളിൽ എത്തിച്ചേരാൻ. പക്ഷെ അവിടെ പാട്രോളില് ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ ഒരു കാരണവശാലും നമ്മുടെ പവർ US സ്കൂളിന് അടുത്തെത്തും വരെ ഉപയോഗിക്കാൻ പാടില്ല. US സ്കൂളിന് അടുത്തായിട്ട് ഞാനൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. ആ വീട്ടിൽ വെച്ച് വേണം നമ്മുടെ ഓപ്പറേഷൻ അത് നടത്താൻ. അതിനുശേഷം ആ ഒരു വീടിനടുത്തായി ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്. അതിലൂടെ റോപ്പ് കെട്ടി അങ്ങനെ തൂങ്ങി പോവുകയാണെങ്കിൽ US സ്കൂളിന് മുകളിലെത്താം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നീ നിന്റെ പവർ ഉപയോഗിച്ച് ആ സെൻസേഴ്സും അലാംസും ഒക്കെ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടേൺ ആണ്. ആരുടെയും കണ്ണിൽപ്പെടാതെ നമുക്കവിടെ പൂന്ത് വിളയാടാം. എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും. ആക്ച്വലി ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം നല്ല ബോണ്ടാണ്. അവൻ അവളെയും അവൾക്ക് അവനെയും ഒരുപാട് ഇഷ്ടമാണ്. കാരണം അവളവന്റെ ലൈഫിൽ വരുന്നതിന് മുൻപ് ആ വില്ലൻ ഒറ്റയ്ക്കായിരുന്നു വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നത്. പക്ഷെ അപ്പം അവന്റെ വീഡിയോയ്ക്ക് യാതൊരു മൂമെന്റ്സും ഇല്ലായിരുന്നു. ആരും തന്നെ അത് കാണുകയോ ലൈക്സോ കമന്റോ ഒന്നും തന്നെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആളുടെ ഡോർ നോക്ക് ചെയ്ത് അവൾ അവിടേക്ക് വരിക. അവള് ജെന്റിൽ ക്രിമിനലിന്റെ അക്കൗണ്ട് പോലും ഹാക്ക് ചെയ്ത് അങ്ങനെയാണ് അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടേക്ക് എത്തിയത്. അവള് ജെന്റിലിനോട് പറയും, ഞാൻ ആക്ച്വലി നിങ്ങളുടെ വലിയൊരു ഫാനാണ്, ദയവ് ചെയ്ത് എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണം. അന്നു മുതൽ അവളെ ജെന്റിലിന്റെ കൂടെ തന്നെ കൂട്ടി. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജെന്റിലിന്റെ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസും ലൈക്സും കമന്റ്സും ഒക്കെ നേടിക്കൊടുത്തു. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പിരിയില്ല എന്ന് പറഞ്ഞ് അവര് കട്ടയ്ക്ക് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോപ്പൊളി.